PM ശ്രീ വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി VD സതീശൻ യൂത്ത് ലീഗ് നേതാവിന്റെ പൊന്നാനിയിലെ വീട്ടിലെത്തി. മികച്ച കരിയറിനായി കരിയർ ബെഞ്ച് എടപ്പാൾ. സതീശേട്ടനുമായിട്ട് കുറച്ച് കാലഘട്ടത്തെ പരിചയവും കുഴപ്പമില്ലാത്ത ബന്ധങ്ങളുമുണ്ട്. അത് കുറച്ചായി, ഇലക്ഷന് മുമ്പേ കുറച്ച് മുമ്പുള്ളതാണ്. ആ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ പറഞ്ഞിരുന്നു പൊന്നാനിയിൽ വരും, വീട്ടിൽ വരും. ഇന്നിപ്പോൾ അവിടെ തങ്ങളെ അനുസ്മരണ പരിപാടികളുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് പോണപ്പോൾ ഇന്നിപ്പോൾ സൗകര്യം ഒന്ന് കിട്ടിയത്, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ജനങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള രാഷ്ട്രീയത്തിന് അതീതമായി വലിയൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുകയും വലിയൊരു ജനപങ്കാളിത്തമുള്ള ഒരു ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളൊരു രാഷ്ട്രീയ ചർച്ചക്കപ്പുറത്ത് എല്ലാ രാഷ്ട്രീയ മൂപ്പർക്ക് അറിയുന്നതാണ്. PM ശ്രീ പിന്നെ ഇന്നലെ കുഞ്ഞാൽ സാഹിബും അതുപോലെ തന്നെ മറ്റു നേതാക്കളൊക്കെ അതിന് വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അതിൻ്റെ ഒരു ഉപസമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉപസമിതി കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുള്ളൂ എന്നുള്ളത് നേതൃത്വം തന്നെ ഇന്നലെ എന്താക്കിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിന്റെ ഭാരവാഹി അധികാരത്തിലെത്തിയ സർക്കാരിനെ താഴെ ഇറക്കാനും അറിയാം എന്ന നിലയ്ക്കൊരു പരസ്യമായ പ്രസ്താവന വന്ന പ്രസ്താവന അത് സ്വാഭാവികമായിട്ടും വൈസ് പ്രസിഡന്റിന്റെ വീട്ടിൽ തന്നെ മുഖ്യമന്ത്രി എത്തുന്നു എന്നുള്ളതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെന്നുള്ളത്. അല്ല, അത് ഇതുമായിട്ട് അങ്ങനത്തെ ബന്ധങ്ങളൊന്നുമില്ല. ഇതിനായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വരുന്നത് മാത്രമല്ല, ഇതിപ്പം ഈ പത്രക്കാരോ ആളുകൾ പറയുന്ന പോലത്തെ ഒരു ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉപസമിതി കൂടിയിട്ടുണ്ട്, അത് തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് PM ശ്രീയുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. അതല്ലാണ്ട് പിന്നെ യൂത്ത് ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതൊക്കെ അതൊരു യൂത്ത് ലീഗിൻ്റെ ഒരു ആളാണല്ലോ. അപ്പോൾ യൂത്ത് ലീഗിൻ്റെ മൂപ്പരൊരു അനുഭവങ്ങളും ആ രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ വന്നു പോന്നിരുന്നത്. ആ രീതിയിലായിരിക്കും മൂപ്പരത് പറഞ്ഞിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള ചർച്ചകളൊന്നും അല്ല, ഒരു ശരിക്കും പിന്നെ കാര്യമായിട്ടൊരു ചർച്ചകൾ നടന്നിട്ടില്ല എന്നല്ല കുഞ്ഞാൽ സാഹിബ് വ്യക്തമാക്കിയല്ലോ. അങ്ങനത്തെ ഒരു ചർച്ചകളോ ഉപസമിതിന് തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒന്നും നടന്നിട്ടില്ല എന്ന് നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മികച്ച കരിയറിന് എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഹോസ്പിറ്റലുകളിലെ HR, PRO, ക്വാളിറ്റി കൺട്രോളർ, ഇൻഷുറൻസ് പർച്ചേസ്, NABH തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ അഡ്മിനിസ്ട്രേറ്ററായി ജോലി നേടാൻ എടപ്പാളിലെ കരിയർ ബെഞ്ച് അക്കാദമി നിങ്ങളെ സഹായിക്കുന്നു. വിദഗ്ധരായ അധ്യാപകരുടെ കീഴിലുള്ള പരിശീലനം, മികച്ച ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പ്, കരിയറിന് കരുത്തേകുന്ന AI സപ്പോർട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും. കഴിഞ്ഞ ബാച്ചിൽ 100% ജോലി നൽകിയ തിളക്കമാർന്ന വിജയവുമായി കരിയർ ബെഞ്ച് എടപ്പാൾ. ഇന്ന് തന്നെ അഡ്മിഷൻ നേടൂ.